ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മൾ കുറേ നാളാവുന്നില്ലേ റെസിപ്പീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ലഞ്ച് വ്ളോഗാവാമെന്ന്. അപ്പോൾ അതേ പുറത്ത് നല്ല മഴ പെയ്യുവാണ്. അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. ഇടി മിന്നലൊന്നുമില്ല. നിങ്ങളെയൊക്കെ അങ്ങോട്ടുള്ള ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പറയണേ. ഇവിടെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കും, നല്ല മഴയാണെന്ന് പറഞ്ഞ് ഒന്നങ്ങോട്ട് മാറുമ്പോൾ ആ മഴയെല്ലാം തോന്നിട്ട് നല്ല വെയിലാണ് കേട്ടോ. വെയിലാണെന്ന് പറഞ്ഞിട്ട് മാറുമ്പോൾ മഴ കാണും. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ദേ ഇവിടെ നല്ല മഴ പെയ്യുവാണ്. മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് താമസിക്കേണ്ട കുക്കിങ്ങിലോട്ട് തുടങ്ങാം. ആദ്യം തന്നെ ചോറ് വയ്ക്കണം. ഞാനിതുപോലെ പ്രഷർ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുക്കറിൽ ചോറ് വയ്ക്കുന്നത്. നമ്മുടെ ആ പഴയ വീട്ടിൽ വെച്ചിട്ട് ഞാൻ വിറകടുപ്പിലായിരുന്നു ചോറൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്കത് ശീലമായി കേട്ടോ. റൈസ് കുക്കർ വാങ്ങണമെന്ന് കരുതുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ യൂട്യൂബ് മണിയൊക്കെ വരുമ്പോൾ അതൊരെണ്ണം വാങ്ങണമെന്ന് കേട്ടോ. കാരണം മോനിപ്പോൾ ഏർലി മോർണിംഗ് പോവേയില്ലേ, 5:30 മണിക്ക് പോകുമ്പോൾ ചോറൊന്നും റെഡി ആവുന്നില്ല. അപ്പം റൈസ് കുക്കറാണെങ്കിൽ നമുക്ക് തലേ ദിവസം ചോറൊക്കെ അതിനകത്ത് വേവിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് അതിലേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത പൈസ വരുമ്പോൾ എനിക്ക് എൻ്റെ പൈസയ്ക്ക് വാങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ ചോറ് വയ്ക്കാനായിട്ട് മട്ട റൈസാണ് വാങ്ങുന്നത്, പവിഴത്തിൻ്റെ മട്ട റൈസ്. അത് ഈ ഒരു കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എയറൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു വേവിന് പാകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അണയ്ക്കാനൊക്കെ മറന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ നല്ല വെന്ത് പോകും കേട്ടോ. കഞ്ഞി പോലെ ആയിപ്പോവും. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. രാത്രി വരെയും ചോറ് നന്നായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. രാത്രി ഇവിടെ നമ്മൾ ചോറ് കഴിക്കത്തില്ല, മോള് മാത്രമാണ് ചോറ് കഴിക്കുന്നത്. ഞാനൊരു 7-8 വെള്ളം വാഷ് ചെയ്യും കേട്ടോ. കാരണം ഈ ബ്രൗൺ റൈസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പശപ്പുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടി ഞാൻ 6-7 വെള്ളം കഴുകും. അതിനുശേഷം കുക്കറിലിട്ട് അടച്ച് വെച്ച് 2 വിസിലേക്ക് വേവിച്ചെടുക്കട്ടെ. ഇനി ചോറ് വയ്ക്കുന്ന റെസിപ്പീസൊന്നും ഞാൻ അങ്ങനെ ഒരുപാടങ്ങ് പറയുന്നില്ല. മീൻ ഇന്ന് കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കടൽ മീനൊന്നും വാങ്ങിച്ചു തുടങ്ങിയില്ല. എന്നാൽ ഒരു ഷിപ്പിൻ്റെ തകർച്ച ഉണ്ടല്ലോ, അതിനുശേഷം അങ്ങനെ വാങ്ങിച്ചു തുടങ്ങിയില്ല. നിങ്ങളൊക്കെ മീൻ വാങ്ങിച്ചു തുടങ്ങിയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കരിമീൻ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു നാല് പോകാനായിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പുളിയില്ലേ നമ്മൾ കഴിക്കുന്ന സാധാരണ പുളി, ആ പുളി ഇട്ടിട്ട് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വേസ്റ്റ് ഇല്ല, ഞങ്ങളിങ്ങോട്ടൊക്കെ നാല് എന്ന് പറയുള്ളൂ, അത് പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ മീൻ കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തോരത്തിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബീട്രൂട്ട് കട്ട് ചെയ്യണ വലിയൊരു ടാസ്ക്കൊന്നുമല്ല. പണ്ടൊക്കെ ഇത് വലിയ ടാസ്ക്കായിരുന്നു. ഈ ചോപ്പറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ കുറേ നേരം നമ്മൾ വിരലുറയൊക്കെ ഇട്ടിരുന്ന് കുത്തി ഇങ്ങനെ എടുത്ത് ചെയ്യണ്ടേ. അപ്പോൾ അതെനിക്കൊരു വലിയ ടാസ്ക്കായിരുന്നു. ഇപ്പോൾ പിന്നെ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഇതങ്ങനെ വലിയൊരു ടാസ്ക്കൊന്നുമല്ല. ബീട്രൂട്ട് ആയാലും ക്യാരറ്റ്, തോരത്തിൻ്റെ ഒരു കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിയും. അതുകൊണ്ട് എനിക്കതൊരു വലിയ ടാസ്ക്കൊന്നുമല്ല. എനിക്ക് നൂല് വലിക്കുന്ന ആ ഒരു ചോപ്പറിനെക്കാട്ടി ഇഷ്ടം ഇതുപോലത്തെ പുഷ് ചോപ്പറാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവത്തില്ല. നൂല് വലിക്കുന്നതാണെങ്കിൽ ആ ഒരു നൂല് അതിനകത്ത് പിന്നെ അതിനകത്തുള്ള സ്പ്രിങ് പോയിട്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോപ്പർ മാത്രമേ വാങ്ങാറുള്ളൂ. അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ കൂടി തിരുകി വെക്കുവാണ്. നമ്മൾ മീൻ കറി വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കാനും അതുപോലെ തന്നെ തോരത്തിനും പിന്നെ ചക്ക വെക്കുന്നുണ്ട്, ചക്കയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഉള്ള തേങ്ങ കൂടി ഒന്ന് റെഡിയാക്കുവാണ്. എനിക്ക് ഈ കുക്കിങ്ങിൻ്റെ സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഒരു തേങ്ങ ചിരകുന്നത്. ഞാൻ മിക്കപ്പോഴും മിക്സിയുടെ ജാറിൽ തേങ്ങ പൂളിയിട്ട് അടിച്ചെടുക്കില്ല, ആ രീതിയിലാണ് കേട്ടോ തേങ്ങ എടുക്കുന്നത്. എന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു മൂഡ് തോന്നിട്ട് തിരിച്ചിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് ഈ ചിരുക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിരുകിയാലത് ഫുള്ളായിട്ടും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചിരുക്കി എടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ തോരത്തിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. ഞാൻ തോരൻ ചട്ടിയിലാണ് കേട്ടോ. ഞാൻ മിക്ക റെസിപ്പീസും ചട്ടിയിലാണ് വെക്കുന്നത്, നാടൻ റെസിപ്പീസെല്ലാം എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് അടുപ്പിലാക്കി. ഇനി ചക്ക ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചക്കയും കൂടി ഒന്ന് കുക്കറിൽ 2 വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചക്ക വെന്തതിന് ശേഷം അരപ്പിട്ട് കൊടുത്തല്ലോ, ഞാൻ ഉപ്പ് മാത്രം ഇട്ടാണ് കേട്ടോ ചക്ക ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ ടാസ്ക്കാണ് കരിമീൻ ക്ലീനാക്കി എടുക്കുക എന്നുള്ളത്. നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ചെതുമ്പൽ വരും കേട്ടോ. ആദ്യം തന്നെ അതിൻ്റെ വാലും അതിൻ്റെ ചിറകും ഒക്കെ ഞാൻ ഈ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമ്മുടെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു ചെതുമ്പൽ ഫുള്ളായിട്ട് അങ്ങ് പോരുവേ.
സിമ്പിളാണ്. നമ്മൾ കുറേ നേരം പക്ഷേ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കുമ്പോഴാണ് ആ ഒരു കളർ പോകുന്നത്. ആദ്യമൊക്കെ നല്ല കറുത്ത മീനായിരിക്കും കേട്ടോ. കുറേ നേരം ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് വരുമ്പോഴാണ് ആ ഒരു കറുത്ത കളർ മാറുന്നത്. പക്ഷേ അതിൻ്റെ ചെതുമ്പൽ ഫുള്ളായിട്ടും പോകും. പിന്നെ ഇത് ചിലർക്ക് ഈ ഒരു കറുത്ത കളർ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളൊരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ആ ഒരു കറുത്ത നിറം പോയി കിട്ടിയിട്ട് നല്ല വെളുവിളാ ഉള്ള കളറാവും കേട്ടോ. അപ്പോഴേക്കും ചക്കയുടെ വിസിലൊക്കെ വന്ന് ചക്ക വെന്തിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. പിന്നെ മീൻ ഞാനിപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു മീൻ കറി വയ്ക്കുന്ന റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. കുറച്ചിത് വറുക്കാനും കൂടി ഉണ്ട്, ഫുള്ളും കറി വയ്ക്കാനല്ല, കുറച്ച് വറുക്കാനും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിക്കും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നല്ല ബ്രൗണിഷ് കളർ ആവണതുവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതെല്ലാം വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഞാൻ കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തുകാനിട്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കരിമീൻ നല്ല വേവ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് തിളച്ചതിന് ശേഷമാണ് കേട്ടോ കരിമീൻ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. കരിമീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ സ്പൂണിലിട്ട് ഒരുപാട് ഇളക്കാനൊന്നും പാടില്ല. തിളച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂടി സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ലാസ്റ്റും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഉടങ്കൊല്ലി മുളകെന്ന് പറയും, നല്ല മണമുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് മൂടി വെച്ച് വേവാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് സിമ്മിലിട്ടിട്ട്. പിന്നെ ഇനി നമുക്ക് മീൻ പൊരിക്കാനായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ അതിലേക്ക് മീൻ ഞാൻ പുരട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കറി മസാല പൗഡർ ഇതെല്ലാം കൂടി കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോഴത്തേക്കും ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഞാൻ ചക്ക നമ്മുടെ സാധാരണ തോരത്തിന് അരയ്ക്കില്ല, അതുപോലെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരപ്പൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും. അതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. കുക്കിംഗ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളും കൂടെ വാഷ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി കഴിയുമല്ലോ. പാത്രങ്ങൾ അത്യാവശ്യം സിങ്കിൽ നിരന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ആ പാത്രങ്ങളും കൂടി ഞാൻ ആ ഒരു സമയത്ത് വാഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കരിമീൻ നിങ്ങളെങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിങ്ങനെ വറുത്ത് അരയ്ക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിലും വെക്കും. പിന്നെ മപ്പാസ് ഈ ഒരു 3 രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. വേറെ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ഒരു 3 രീതിയിലാണ് സാധാരണ വെക്കുന്നത്. നിങ്ങളെങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ മോൾക്ക് ചോറുണ്ടെങ്കിൽ രസം മസ്റ്റാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു രസം കൂടി വെക്കാമെന്ന് വിചാരിച്ചു. രസം എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇത്തവണ രസ പൗഡർ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ രസം വെപ്പ് കഴിയും. രസ പൗഡർ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ള അല്ല, ഇത്തവണ വെറുതെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാകുമ്പോഴത്തേക്കും സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ച് ഈ ഒരു പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്താൽ രസം പെട്ടെന്നാവട്ടെ. ഇവളെ പറ്റിക്കാം, മീനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മീൻ ഞങ്ങൾ ഇപ്പോഴാണ് കരിമീനെങ്കിലും വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ മീൻ വാങ്ങിപ്പോയില്ല. അപ്പോൾ ഇവൾക്ക് രസം ഉണ്ടെങ്കിൽ ഇവൾ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ സാധാരണ രസം കൊടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കാരണം അവൾ കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോയി വാങ്ങിയതാണ് ഞാൻ. മീനുണ്ടെങ്കിൽ ഒരുപാട് കറിയൊന്നും വേണ്ട കേട്ടോ. ഒരു തോരനോ അവിയലോ ഈ മീൻ കറിയും പിന്നെ ഒഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. അതേസമയം ഇപ്പം നമുക്ക് മീൻ വാങ്ങിക്കാൻ നിർവാഹമില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കറികൾ വേണം. എന്ന് വെച്ചാൽ തോരൻ വയ്ക്കും, ഒഴിക്കാൻ എന്തെങ്കിലും വയ്ക്കും, ചമ്മന്തി വേണം, പപ്പടം വേണം, മുളക് പൊരിച്ചത് വേണം, അച്ചാർ വേണം, അങ്ങനെ കുറേ കറികൾ ഇങ്ങനെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. നമുക്ക് അത്രയും മെനക്കെടാണ്. മീനുണ്ടെങ്കിൽ സിമ്പിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കരിമീൻ വാങ്ങിയിട്ട് 1 കിലോ വാങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ എടുക്കട്ടോ. ഒരു കരിമീനൊക്കെ വെച്ചിട്ടൊക്കെ
ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസമോ കറി വയ്ക്കുന്നത്. കരിമീൻ കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ. പിന്നെ ബാക്കിയുള്ള മീനുകളത് എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല, കായൽ മീനുകളത്. പിന്നെ ബാക്കി കായൽ മീനുകൾ എനിക്കങ്ങനെ എല്ലാ കായൽ മീനും ഞാനും കഴിക്കത്തില്ല, ഒരു സ്മെല്ല് കാരണം. ഈ ഒരു കരിമീൻ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടി എടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഫ്രൈ ആണ് കേട്ടോ, കരിമീനിൽ അവർക്ക് ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കഷ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്യാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് മീൻ കറി താളിക്കുകയും കൂടെ ചെയ്താൽ നമ്മുടെ ലഞ്ചിനുള്ളതെല്ലാം പ്രിപ്പയർ ആയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂടുതലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ സാധാരണ എല്ലാം താളിക്കുന്നത് പോലെയാണ്. ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴാണ് കേട്ടോ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടുന്നത്. ഈ രീതിയിൽ കരിമീൻ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഉള്ളിയുടെ മണവും ആ ഒരു മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കരിമീൻ വെച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ് മീൻ. അപ്പോൾ അതേ ലഞ്ചൊക്കെ റെഡിയായി ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ചോറ്, പിന്നെ കുറച്ച് തോരൻ, ചക്ക കുറച്ച് കൂടുതലെടുക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക തിന്നാനായിട്ട്. പിന്നെ അതിൽ മീൻ കറിയും പിന്നെ ഒരു അച്ചാറും ഉണ്ടാകട്ടെ, പിന്നെ രസവും ഉണ്ടായിരുന്നു. രസം ഞാൻ അങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സേഫ് ആയി കണ്ടിട്ട് കൊണ്ട് തന്നെ കാണാം. അതുവരേക്കും